പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 45 അധ്യായം 9-10 വാക്യങ്ങൾ. കർത്താവിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ രാജ്ഞിയും മധ്യസ്ഥയുമായ പരിശുദ്ധ അമ്മ നിൽക്കുന്നുവെങ്കിൽ അവൾ ഈ ലോകത്തിൻ്റെതായ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിനായി തൻ്റെ ജീവിതത്തിൽ ഇടം കൊടുത്തു എന്നുള്ളതാണ്. അമ്മ ശ്രദ്ധിച്ചു കേൾക്കുകയും അവ ഹൃദയസ്ഥമാക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. വചനം ശ്രവിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവായ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.